വെൽക്കം ടു എവി ടൈൽസ് ആൻഡ് സാനിറ്ററി. എൻ്റെ പേര് അമിത്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പിയട്ര എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ മാർബിൾ അല്ലെങ്കിൽ പെഡ്ര എന്നും അറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ടൈൽസിനകത്ത്, ഡിജിറ്റൽ ടൈൽസിനകത്ത് നിറയെ നമുക്ക് ഇറ്റാലിയൻ മാർബിൾസിൻ്റെ അല്ലെങ്കിൽ മാർബിൾ ജനറലി മാർബിളിൻ്റെ പ്രിൻസ് ആണ് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് ഭൂരിഭാഗം പ്രിൻസും വളരെ കുറച്ച് ഇറ്റാലിയൻ മാർബിൾസിൻ്റെ പ്രിൻസ് ആണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സ്റ്റാച്യുവാരിയോ. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ട ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ സംഭവം അത് സ്വല്പം ഡിലേ ആയപ്പോൾ കാരണം എന്ന് വെച്ചാൽ പിയട്രയുടെ ഷെയ്ഡ്സ് ഇങ്ങനെ എപ്പോഴും ട്രാൻസിറ്റിൽ കാണും. അപ്പോൾ ആ മെറ്റീരിയലും കൂടെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഐ തിങ്ക് ആവശ്യത്തിന് പിയട്ര ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇന്ന് ആ വീഡിയോ നമ്മൾ ചെയ്യുന്നു. സോ എനിവേ, പിയട്ര എന്ന് പറയുന്ന മാർബിൾ, സ്റ്റാച്യുവാരി നമുക്കറിയാം വൈറ്റിനകത്ത് ബ്ലാക്ക് ലൈൻസ് ഓടുന്ന ഒരു മോഡലാണ്. ബട്ട് പിയട്രയുടെ ഇതേപോലെ ഒരു വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കുണ്ട്. അപ്പം കമ്പനിക്കാർ ഇത്രയും എല്ലാ കമ്പനിക്കും പിയട്രയുടെ അവരറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഇത് പിയട്രയുടെ കോപ്പിയാണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലേലും എല്ലാവരുടെയും പോർട്ട്ഫോളിയോയ്ക്കകത്ത് ഏത് കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലും നമുക്കൊരു മിനിമം 5 to 10 പിയട്രയുടെ ഷെയ്ഡ്സ് കാണും. അപ്പോൾ ഈ പിയട്ര എങ്ങനെ തിരിച്ചറിയണം? കാരണം ഇത്രയും അറിയാതെയാണ് ജനങ്ങൾ എടുക്കുന്നതെങ്കിലും പിയട്ര വളരെയധികം സെലക്ട് ചെയ്യപ്പെടുന്ന മോഡലാണ്. സോ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ നോക്കുക. സോ പിയട്ര എന്ന് പറയുന്ന മോഡൽ, ഈ മോഡലാണ് പിയട്ര അല്ലെങ്കിൽ പെഡ്ര. ഇറ്റാലിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെഡ്ര എന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി 2 കളറിലാണ് വരുന്നത്. ബേസ് ഗ്രേയിലും വരും ആൻഡ് ബേസ് ബ്രൗൺ കളറിലും വരും. അപ്പോൾ രണ്ടും നമ്മൾ ഇന്ന് കാണിക്കാം. ഇത് ബേസ് ഗ്രേ കളറിൽ 6x4 കജാരിയ എറ്റർണിറ്റിയുടെ ഓറിയോൺ ഗ്രേ മാറ്റ് എന്നാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. സോ കജാരിയ കൊടുത്തേക്കുന്ന പേര് ഓറിയോൺ ഗ്രേ മാറ്റാണ്. ബട്ട് ഇത് ബേസിക്കലി ഇറ്റാലിയൻ മാർബിൾ പിയട്രയുടെ പ്രിന്റ് ആണ്. സോ ബേസ് കളർ ഒരു ഗ്രേ കളർ കാണും. അതിനകത്ത് ക്ലിയർ വൈറ്റ് കളറിലെ കോട്സ് ലൈൻസ് കാണും. ഈ കോട്സ് ലൈൻസിന് ഡയറക്ഷൻ കാണത്തില്ല, റാൻഡം ആയിരിക്കും, സൈസ് വേരി ചെയ്യും, പഞ്ച് വേരി ചെയ്യും. പക്ഷേ ഇതൊരു ലൈൻ ഫോർമാറ്റിലായിരിക്കും എപ്പോഴും വരുന്നത്. സോ നമുക്ക് ഇവിടെ കാണാം നല്ലൊരു ക്ലസ്റ്ററായി. ഇതിനകത്ത് വളരെ മൈക്രോ ലൈൻസ് ഉണ്ട്, മേജർ ലൈൻസ് ഉണ്ട്, അതേപോലെ ആവശ്യത്തിന് ക്രിസ് ക്രോസിംഗ് ഉണ്ട്. ഓവറോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് ഇറ്റാലിയൻ മാർബിളിൽ ഏത് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലെയിൻ മെറ്റീരിയൽ എടുക്കേണ്ട, ഒരു ഡിസൈൻ ഉള്ള മെറ്റീരിയൽ എടുക്കണമെങ്കിൽ പിയട്ര മാർബിൾസിലായിരിക്കും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിനകത്ത് പിയട്ര മാർബിൾ വരും. അത് എവിടെ നിന്ന് ചെന്ന് നോക്കിയാലും ഏത് കമ്പനിയുടെ സാധനം നോക്കിയാലും നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ പിയട്ര വരും. അത് അത്രയ്ക്ക് നല്ല ഒരു വളരെ മാസ് അപ്പീലുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ ദാറ്റ് ഈസ് പിയട്ര 4. ഇപ്പോൾ നമുക്ക് ഇനിയും ഈ ഷോറൂമിൽ പിയട്ര പലയിടത്തും ഉണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. വളരെ അടുത്ത് തന്നെ ഒരെണ്ണം ഉണ്ട്. ഇവിടെ നമുക്ക് പിയട്രയുടെ ബ്രൗണും 2 ബേജും ഉണ്ട്. ബേജ് ഇപ്പോൾ തീർന്നിരിക്കുക. സോ ബ്രൗൺ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ബ്രൗൺ ബേസിൽ ഒരു ക്ലിയർ സ്ട്രേറ്റ് ലൈൻസ്, വൈറ്റ് ക്വാർട്സ് ലൈൻസ്. അപ്പോൾ ഈ ലൈൻസ് എന്ന് പറയുന്നത് ക്വാർട്സിന്റെ ലൈൻസ് ആണ്. സോ ഈ മാർബിളിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ലൈനിനകത്ത് ഇരിക്കുന്നത്. അതിന് ക്വാർട്സ് എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് മാർബിളിനകത്ത് ക്വാർട്സ്. ബട്ട് ഇത് അതിന്റെ ടൈൽ ഇമിറ്റേഷൻ ആണ്. ഇതും കജാരിയ എറ്റർണിറ്റിയുടെ പൾപ്പിസ് ഗ്രിസ് ആണ്. ഇവിടെയും പിയട്ര എന്നുള്ള പേര് വന്നിട്ടില്ല, പക്ഷേ ആ പാറ്റേൺ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് പിയട്രയുടെ ആണെന്നുള്ളത്. സോ ഇനി പിയട്ര ഉള്ളത് നമുക്ക് നോക്കാം വേറെ എവിടെ ഉണ്ടെന്ന്. സോ ഇവിടെ നമുക്ക് കാണാം ഇത് കജാരിയുടെ എറ്റർണിറ്റിയുടെ ഒസാക്ക ബ്രൗൺ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഒസാക്ക ബ്രൗൺ, ഒസാക്ക ബീച്ച്, അതേപോലെ ഒസാക്ക ഗ്രേ, ഒസാക്ക ഗ്രിസും ഉണ്ട്. അപ്പം ബേസിക്കലി ഈ ഒരു 4x2 സൈസിൽ ഒസാക്ക സീരീസ് കജാരിയ എറ്റർണിറ്റിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ മെറ്റീരിയൽ ആണ്. സോ ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം ജസ്റ്റ് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ മോഡൽ. നമ്മുടെ കൗണ്ടറിൽ നമ്മൾ ഇത് ചെയ്യുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. സോ ഇത് ഇപ്പം ജസ്റ്റ് വന്നേ ഉള്ളൂ. ഇത് ഒസാക്ക ബ്രൗൺ ആണ്. സോ ഒസാക്ക ബ്രൗണിനകത്ത് നിങ്ങൾക്ക് കാണാം ബേസ് ഒരു വളരെ ഡൾ, ടിപ്പിക്കൽ കജാരിയ എറ്റർണിറ്റി സ്റ്റൈലിൽ ഒരു ഡൾ കളറിലെ ഒരു ക്ലാസിക് ബ്രൗൺ കളർ ബാക്കിലും ഉണ്ട്. അതിനകത്ത് ഈ പിയട്രയുടെ ഡിസ്റ്റിങ്റ്റീവ് കോട്സ് ലൈൻസും അതിനകത്തുണ്ട്. സോ ദിസ് ഈസ് വൺ തിങ്. ഇനി കജാരിയ എറ്റർണിറ്റിയുടെ തന്നെ നമുക്ക് പെവിറ്റ് ഗ്രേ ബോൾഡ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ. സോ നമുക്ക് കണ്ടാൽ അറിയാം അഗെയിൻ ക്ലാസിക് പിയട്ര ലൈൻസ് ആണ്. സോ കജാരിയ എറ്റർണിറ്റി. പിന്നെ ഈ കാണുന്നത് ഒരു ബോൾഡ് ഫിനിഷിലാണ്. ഐ തിങ്ക് പെവിറ്റ് ഗ്രേ നമുക്ക് ബോൾഡ് ഫിനിഷ്, അതേപോലെ ബിയോണ്ട് ഫിനിഷ്, അതേപോലെ ലഷ് ഫിനിഷ്, അങ്ങനെ കജാരിയുടെ ഒരു 4-5 ഫിനിഷിൽ ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇത് കജാരിയ എറ്റർണിറ്റിയാണ്. നമ്മൾ നേരത്തെ കണ്ട കജാരിയുടെ എറ്റർണിറ്റിയുടെ അത് ആക്ച്വലി സ്വിഫ്റ്റ് എന്ന് പറയുന്ന സീരീസിൽ വരുന്ന മോഡലാണ്. സോ ഇതിനെക്കാളും കുറച്ചുകൂടെ പ്രൈസ് കുറവാണ് സ്വിഫ്റ്റ് സീരീസിന്. ഇത് ബോൾഡ് ഫിനിഷും കൂടെ. ബോൾഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ലപ്പാട്ടോ ഫിനിഷ് എന്ന് പറയും. അപ്പോൾ ലപ്പാട്ടോ ഫിനിഷ് അതിനകത്ത് വരുന്നത് ആകുമ്പോൾ റേറ്റ് സ്വല്പം കൂടും, പക്ഷെ ഒരുപാട് കൂടത്തില്ല, ഒരു സ്വല്പം കൂടും. സോ ഇവിടെ നമുക്ക് കാണാം ഇത് ഗ്രേ പിയട്ര ആണ് അല്ലെങ്കിൽ പെഡ്ര ആണ് ഇറ്റാലിയൻ മാർബിളിൽ പറഞ്ഞ. സോ ബേസ് ഗ്രേ, അതിനകത്ത് വൈറ്റ് കളറിലെ ക്വാർട്സ് ലൈൻസ്. സോ ദിസ് ഈസ് പെവിറ്റ് ഗ്രേ ബോൾഡ് ബൈ കജാരിയ. സോ ഐ എം ഷുവർ നമ്മുടെ കയ്യിൽ ഇനിയും നമുക്ക് ഇതേപോലത്തെ പിയട്ര ഉണ്ട് അല്ലെങ്കിൽ പെഡ്ര ഉണ്ട്. അത് നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. സോ നമ്മുടെ അടുത്ത പിയട്ര അല്ലെങ്കിൽ പിയട്ര എന്ന് പറയുന്നത് നിറ്റ്കോയുടെ പിയട്ര സാന്റ ആഷ് ആണ്. പിയട്ര സാന്റ ആഷ് നിറ്റ്കോയുടെ ഒരു സാറ്റിൻ ഫിനിഷ് സ്റ്റൈലാണ്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഈ ടൈലിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ലോ ലൈറ്റിൽ നമ്മൾ ഡിം ലൈറ്റ് ഇടുമ്പോൾ ഈ ലൈൻസ് എടുത്ത് കാണിക്കും, ഒരു ഫ്ലൂറോസെന്റ് ലൈറ്റ് പോലെ ഇത് എടുത്ത് കാണിക്കും. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റിൻ്റെ ആ കോട്സ് ലൈൻസ് അവർ ചെയ്തേക്കുന്നത് ഒരു ബ്ലൂയിഷ് വൈറ്റ് കളറിൻ്റെ ഇങ്ക് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പം വളരെ ചെറിയ ലൈറ്റ് കിട്ടിയാൽ മതി, ഈ ലൈൻസ് ചെറുതായിട്ട് തിളങ്ങും. പക്ഷെ ചുറ്റും കിടക്കുന്നത് ഒരു പ്ലെയിൻ സാറ്റിൻ ഗ്രേ കളർ ആയതുകൊണ്ട് അത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഇരുട്ടത്ത് ഈ ലൈൻസ് ശരിക്കും നല്ല രീതിയിൽ കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു ചെറിയ ടെക്നിക്കാലിറ്റി ഈ ടൈലിനകത്തുണ്ട്. സോ ദാറ്റ് ഈസ് പിയട്ര സാന്റാഷ്. അപ്പോൾ നമുക്കറിയാം എത്ര കോമൺ ആണ്. വളരെ കുറച്ച് കമ്പനീസെ പിയട്രയ്ക്ക് അല്ലെങ്കിൽ പിയട്രയ്ക്ക് അതിൻ്റെ കറക്റ്റ് പേര് കൊടുക്കത്തുള്ളൂ. ബട്ട് അതർവൈസ് ഇത് എപ്പോഴും ഇങ്ങനെ കാമോഫ്ലേജ്ഡ് ആയിരിക്കും. കാരണം അത്രയും വെറൈറ്റി പിയട്ര മാർബിൾസിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം. ഇതും നിറ്റ്കോടെ ആണ്. നിറ്റ്കോടെ എയിയോൺ അർമാനി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ജനറലി അർമാനിയുടെ ഗ്രേ കളർ ആണെങ്കിൽ അർമാനിയുടെ ബേസിക് ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു വൈറ്റ് ലൈൻ പോകും. ജസ്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു വൈറ്റ് ലൈൻ, അത് മൊറോർലെസ് ടൈലിൻ്റെ ഒരു 80% എൻഡ് ടു എൻഡ് അത് കവർ ചെയ്യും. സെൻറ്ററിലായിരിക്കും ആ ടൈൽ നിൽക്കുന്നത്, ആ ലൈൻ നിൽക്കുന്നത്. സോ ബട്ട് അഗെയിൻ ദേ ഹാവ് ഡിസൈഡ് ടു നെയിം ഇറ്റ് എയോൺ അർമാനി. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഇത് പിയട്ര പോലെ തന്നെ തോന്നുന്നു. കാരണം ആ ക്ലാസിക് ബേസ് കളറും അതിനകത്ത് വൈറ്റ് ക്രിസ്റ്റൽ ലൈൻസും ഉണ്ട്. സോ ദിസ് ഈസ് ഡൗട്ട്ഫുൾ, എനിക്ക് അത്രയും ഷുവർ അല്ല. പക്ഷേ ഇനിയും നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു പിയട്ര ഇവിടെ ഉണ്ട്. ഇത് കെറോനൈറ്റിൻ്റെ ആണ്. ഗ്ലോറിയസ് ഗ്രേ എന്നാണ് കെറോനൈറ്റ് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. സോ കെറോനൈറ്റ് നല്ലൊരു ബ്രാൻഡായിരുന്നു, പക്ഷേ ഇപ്പം കെറോനൈറ്റ് വരുന്നില്ല. സോ കെറോനൈറ്റ് ഈസ് സ്റ്റോപ്ഡ് ആൻഡ് ഞങ്ങളും നിർത്തിയേക്കുക. കാരണം ഇതിന് കണ്ടിന്യൂസ് മെറ്റീരിയൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. സോ അത് ഫ്യൂച്ചറിൽ കസ്റ്റമർ സർവീസിന് ഒരു ബുദ്ധിമുട്ടായേക്കാം. അതുകൊണ്ടാണ് നിങ്ങളിവിടെ കാണുന്ന ബ്ലാങ്ക് സ്പേസ് എന്ന് വെച്ചാൽ എല്ലാം സെയിൽ ഔട്ട് ആയ മെറ്റീരിയലാണ്. സോ ഇവിടെയും കാണാം ഗ്ലോറിയസ് ഗ്രേക്കകത്ത് പിയട്ര, നല്ല ഹെവി കോട്സ് ലൈൻസ് ഉള്ള ഒരു പിയട്ര ആണ്. വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് പക്ഷേ ഇപ്പം ഇല്ല ഇനി. പക്ഷേ ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ഉണ്ടായിരുന്നു, അത് തീർന്നിരിക്കും. ആക്ച്വലി ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഇവിടെ ഇരുന്നത്, അത് തീർന്നിരിക്കുക. സോ പിയട്ര വാസ് ദെയർ ഇൻ കെറോനൈറ്റ് ഓൾസോ. കെറോനൈറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ബിറ്റ്വീൻ 45 to 50 ആയിരുന്നു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത പിയട്ര നമുക്ക് ഇരിക്കുന്നത് ഇവിടെ സ്പെയിൻ ടാനിനകത്ത് നമുക്കൊരു 45 റേഞ്ച്. നമ്മൾ ആദ്യം മേളിൽ കണ്ട ബോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 125 റുപ്പീസ് റേഞ്ചിലെ മെറ്റീരിയൽ. സോ 125 മുതൽ 45 റുപ്പീസ് റേഞ്ച് വരെ നമുക്ക് പിയട്ര അവൈലബിൾ ആണ്. സോ നമുക്കറിയാം എത്ര ബ്രാൻഡഡ് കമ്പനി മുതൽ അൺബ്രാൻഡഡ് കമ്പനി വരെ എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒരു മോഡലാണ് പിയട്ര. സോ പിയട്ര ഇവിടെ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ലൈറ്റ് ഗ്രേ കളറിനകത്ത് വളരെ സ്ട്രൈറ്റ് ടിപ്പിക്കൽ പിയട്ര ലൈൻസ് ഉള്ള ഒരു മോഡലാണ്. സോ ദാറ്റ് ഈസ് സ്പെയിൻ ടാൻ ഫോർ യു. സ്പെയിൻ ടാൻ അവൻ്റെ ടൈൽസിന് നമ്പറേ കൊടുക്കാറുള്ളൂ, പേര് കൊടുക്കാറില്ല. സോ ഇതിന് ഒരു പേരില്ല, ഒരു നമ്പറേ ഉള്ളൂ. ബട്ട് നെവർദലെസ് ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇനിയും ഐ എം ഷുവർ ഇനിയും നമുക്ക് പിയട്ര ഉണ്ട് ഇവിടെ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. മൊസാർട്ടിൻ്റെ ഫുൾ ബോഡി ടൈലാണ്, HDR ഗ്രാനുലാർ പ്രിന്റ് ആണ്. സോ റേറ്റ് ഈസ് അറൌണ്ട് 100 to 110 റുപ്പീസ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതും പിയട്ര മാർബിൾ ആണ്. സോ ബേസ് ഗ്രേ കളർ ഉണ്ട്, അതിനകത്ത് ക്ലിയർ വൈറ്റ് ലൈൻസ് ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എനിക്കിത് ആദ്യം സ്ട്രൈക്ക് ചെയ്തില്ല. കാരണം ഇവർ ഈ പ്രിന്റ് ചെയ്തപ്പം ഈ കോഡ്സ് ലൈൻസിനെ സ്വല്പം സബ്ഡ്യൂ ചെയ്തു. അതായത് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഒരുപാട് കുറച്ച് ഇറക്കിയോണ്ടാണ് നമുക്ക് മനസ്സിലാകാതെ. പക്ഷേ ബേസിക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ ടാൻ്റെ അതേ ഡിസൈനാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അവർ ലൈൻസിനെ കുറച്ച് അടച്ചാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ബട്ട് ബേസിക്കലി ഈ സിംഫണി സിൽവറും സിംഫണി നീറോയും ഈ കാണുന്ന സിംഫണി ബ്ലാങ്കോ സിംഫണി ഇതെല്ലാം ഒറിജിനലി പിയട്ര മാർബിളിൻ്റെ പ്രിൻസ് ആണ്. അതിനകത്ത് അവർ കളർ മാറ്റിയാണ് അവർ ചെയ്തേക്കുന്നത്. സോ 4 ഡിഫറെൻറ്റ് പിയട്ര പറയും. ഇത് വീഡിയോ ചെയ്ത സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്തത്. ശരിക്കും ഞാൻ നേരത്തെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് ആൻഡ് ഹിയർ ഈസ് the most famous കജാരിയയുടെ one of the most popular tiles കെൻറ്റേറ സീരീസ്. അപ്പോൾ കെൻറ്റേറ മിസ്റ്റും കെൻറ്റേറ ഗ്രിസും ബേസിക്കലി പിയട്ര മാർബിൾ ആണ്. പിയട്രയുടെ അതേ ക്ലാസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രേ കളറും അതിൻ്റെ പുറത്ത് ക്ലിയർ കോട്സ് ലൈൻസ്. സോ ഇതിൻ്റെ കോട്സ് ലൈൻസ് വളരെ തിന്നാണ്. സോ ഡാർക്ക് ആൻഡ് ഗ്രേ ക്ലാസിക് മെറ്റീരിയൽ കജാരിയ എറ്റർണിറ്റി എനിക്ക് വന്ന് വിറ്റിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വിറ്റ മെറ്റീരിയൽസിൽ ഒന്നാണ്. സോ ഇനി നമ്മൾ ഒരുപാട് ഗ്രേ കണ്ട്, പിയട്രയുടെ തന്നെ കുറച്ച് ബ്രൗൺ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാപ്പിസ് മാർഫിറ്റോ കജാരിയ എറ്റർണിറ്റിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബേജ് കളറിലെയും ടോപ്പേ കളറിലെയും ടൈലാണ്. സോ ലാപ്പിസ് മാർഫിറ്റോ ലാപ്പിസ് ടോപ്പിലോ ആണ്. ബട്ട് ബേസിക്കലി ഇത് പിയട്ര മാർബിൾ ആണ്. സോ വിച്ച് മീൻസ് ഇതിൻ്റെ ബേസ് ഒരു ബേജ് കളർ അല്ലെങ്കിൽ ടൂപ്പേ കളറാണ്. പക്ഷേ അതിനകത്തൊന്ന് ക്ലിയർ വൈറ്റ് കോട്സ് ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡയറക്ഷണൽ ഗ്രെയിൻസാ. സോ വിച്ച് മീൻസ് ലൈൻസ് ഒരു എൻഡിൽ നിന്ന് വേറെ എൻഡിലോട്ട് പോവുക. പക്ഷേ നമ്മൾ കെൻറ്റേറയ്ക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ലൈൻസ് ഡയറക്ഷണൽ അല്ല, റാൻഡം ആണ്. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ കൂട്ടി. ഇപ്പോൾ ചിലർക്ക് ഡയറക്ഷണൽ ഗ്രെയിൻസ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് റാൻഡം ലൈൻസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടം, അല്ല വീട്ടിൽ ഭൂരിഭാഗം ആൾക്കാർക്ക് എന്തോ ഇഷ്ടം, ഇതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി തന്നെ തീരുമാനിച്ചിട്ട് നമുക്കൊരു കടയിൽ പോയാൽ നമ്മുടെ പർച്ചേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്
ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ നമുക്ക് കൊണ്ടുവരുന്ന മെറ്റീരിയലിനകത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കൂടുതലായിരിക്കും. സോ ഐ ഗെസ് വി ഹാവ് കവേർഡ് ഓൾ ദി പിയട്ര മാർബിൾസ് ദാറ്റ് വി ഹാവ് ഇൻ AV Tiles and Sanitary. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കീപ് പോസ്റ്റഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത ഡെഫിനറ്റ്ലി എന്തെങ്കിലും നല്ല കണ്ടന്റുമായിട്ട് ഞങ്ങൾ വരും. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കീപ് പോസ്റ്റഡ് ഫോർ മോർ സച്ച് വർക്ക്. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.